ഇന്ന് ഞങ്ങൾ പിടിയും ബീഫുമാണ് ആക്കുന്നത്. ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഇന്ന് പിടിയും ബീഫും ആക്കുകയാണ്. അരി പൊടിച്ച് വറുത്ത് തേങ്ങായും അരിയും കൂടെ വറക്കണ്ടേ. തേങ്ങായും അരിപ്പൊടി അല്ല ഇത്, പച്ചത്തേങ്ങായും ഇട്ട് വെള്ളം തിളപ്പിച്ച് ജീരകവും വെളുത്തുള്ളിയും അരച്ച് ചേർത്ത് തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് അരിപ്പൊടി കുഴച്ച് ചെറിയ ഉണ്ടയാക്കി ഉരുട്ടി വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തിട്ട് വെന്തിട്ട് തിന്നും. അത്രേ ഉള്ളൂ. ഇത് മുളക്കുളങ്ങാണ്ട് ഒരു പലഹാരമാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഭാഗത്ത് ഇതാണ്ട് പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇടാനുള്ള വെള്ളമാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലുള്ള കോമ്പിനേഷൻ മമ്മി പറഞ്ഞ പോലെ ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഇല്ല, ചിക്കൻ മടുത്തു. ആ ബീഫ് ഇളക്കിയാ നമുക്ക് ബീഫൊക്കെ ഇളക്കിയിട്ട് കുറച്ചു നേരം കൂടെ മൂടി വെക്കണം അല്ലേ മമ്മി? വേകാറായിട്ടുണ്ട്, ഇച്ചിരി നേരം കൂടെ ഇരുന്നോട്ടെ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, 3/4 ഭാഗം വേവായേ. ഇനി കുറച്ചു നേരം കൂടി ഇരുന്നാൽ മതി. അപ്പോൾ മമ്മി പറഞ്ഞ പോലെ ചെറിയ തീയിൽ നമ്മൾ വെച്ചേക്കുവാണ്. നമുക്ക് മൂടി വെക്കാം. അങ്ങനെ പിടിക്കണ്ട, ഉടിഞ്ഞ് താഴെ പോകുന്നു, ഉടിഞ്ഞ് താഴെ പോകുന്നു. പിടിക്കുള്ള ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കുറേ സമയം പിടിക്കും. ഇതിനെ കുഞ്ഞു കുഞ്ഞാക്കിയത് മനുഷ്യന് നടുവൊടിയുന്ന പണിയാണ്. എത്ര സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുള്ള ആവശ്യത്തിന് ഉണ്ടാക്കി ഉരുട്ടിക്കും. അങ്ങനെ ഉരുട്ടെ 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 ഇങ്ങനെ എത്ര പേരുണ്ടല്ലോ അത്ര നല്ലതാണ്. അതെ, ഉരുട്ടാനായിട്ട് അത്ര നല്ലതാണ്. ചിത്ര ഉരുട്ടി വെക്കണം, ഇച്ചിരി പണിയാണ്. ചെറിയ ചെറുതായിട്ട് ഉരുട്ടണം. മോളുടെ ഭർത്താവ് കുറച്ച് കഴിയുമ്പം വരും. എല്ലാവർക്കും കൂടെ ഇരുന്ന്. അല്ല, അഭി വന്നോ? വന്ന ലക്ഷണം ഉണ്ടല്ലോ. അല്ല, ഞങ്ങളുടെ മകളുടെ ഭർത്താവ് അഭി എത്തിയിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ പറഞ്ഞോളൂ, മകളുടെ ഭർത്താവ് വരുമ്പോ എത്തുമെന്ന്. അന്നേരം ഇതാ വരും. അവിടെ പിള്ളേർ ഡാഡിന്ന് വിളിക്കുന്ന ഒച്ച കേട്ടു. ഇത്ര നേരം പിള്ളേർ പോകുന്നില്ലെന്നാ പറഞ്ഞു. പക്ഷെ ഡാഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ പോകാനും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നില്ലേ? ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അല്ല, നീ ഓർക്കുന്നുണ്ടോ ചെറുപ്പത്തിൽ ഇവരിങ്ങനെയല്ലായിരുന്നോ? പൊന്നൂസൊക്കെ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അഭി ഇവിടെ എത്തിക്കഴിയുമ്പോ വേഗം എല്ലാരും ഉടുപ്പിട്ട് റെഡി ആകാൻ പോകും. എന്റെ അഭി ഇവിടെ പൊന്നൂട്ടിയും പിന്നെ ഇവാക്കുട്ടിയും കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തില തിന്നുന്നത് വരെ. ആ മീനോ ഇവാക്കുട്ടി. എന്റെ അമ്മ ഞങ്ങനെ നിങ്ങളൊന്ന് വേറെ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങൾ ഓർക്കുന്നത്. അഭി പള്ളിയിൽ പോയിട്ട് വന്നായിരിക്കും അല്ലേ? അഭി ഇത് ഇപ്പൊ ഈ കുറെ ഇനിയിപ്പോ പപ്പേനെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞത്. പശുവിനായിട്ട് പപ്പയുടെ വീഡിയോ പിടിക്കും. ഇവിടുന്ന് പോകുമ്പോ പപ്പയുടെ ഒരു അഡ്രസ്സും ഇല്ല. എന്റെ അഭി എന്റെ പല്ല് ഇന്നലെ എടുത്ത് 2 എണ്ണം. അതുകൊണ്ട് അയ്യോ 2 പല്ല് ഊഞ്ഞാലുമായിട്ട് വേദനയെന്ന് പറഞ്ഞ വേദന. 2 ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ പോയി എടുത്തു. ക്ലീനും ചെയ്തു. എല്ലാം കൂടെ 1600 രൂപ ആശുപത്രി. പിന്നെ പുറത്തുനിന്ന് മേടിച്ച് ഞങ്ങൾ ഇന്നലെ വന്നു. സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ശനിയാഴ്ച എടുക്കാൻ പോകണം. അയ്യോ എന്തൊരു വേദനയെന്ന് പറഞ്ഞിട്ട് അഭി ഭയങ്കര വേദന. പല്ല് തന്നെ ഊഞ്ഞാൽ പോലെ ആടുക. ഇതിനിടയ്ക്ക് 6 പല്ലിളകിയേ തന്നെ കുറച്ച്. അതിന് വേദനയില്ലായിരുന്നു. ഒരാളോടെ മുറുക്കി വെറുതെ അടുത്ത വരുന്ന വഴിക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മുറുക്കുന്നല്ലേ? എത്ര നേരം പിടിയെല്ലാം ഉരുട്ടി ഇപ്പം വെള്ളത്തിലിട്ട് തിളച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. വെന്തു വേകാറായി വരുന്നേ. ഒരു അരമണിക്കൂറിനാകുമ്പോൾ വെന്തേക്കും. 10 മിനിറ്റ് ആയി ഇട്ടിട്ട്. ഇതിനകത്ത് ഇപ്പൊ വേറെ അരിപ്പൊടി ഇടേണ്ട കാര്യമില്ല. നല്ല കുറുകിയല്ലോ. ഇത് വെള്ളം നേർത്ത വെള്ളമാണ് മാത്രം നമ്മൾ അരിപ്പൊടി വെക്കുന്നത്. ഇത് വെള്ളമായി. ഇപ്പൊ അരിപ്പൊടി നമ്മുടെ തേങ്ങായി അരിപ്പൊടിയും കൂടെ വറക്കുമ്പോഴാണ് അതിനൊട്ടും പൊടിയല. ഇത് അത്ര മൂത്ത പൊടിയലുണ്ടെന്ന്. ഇത് പൊടിഞ്ഞിട്ടില്ല. അല്ല, അത് പൊടിഞ്ഞ് വെള്ളം നല്ല കുറുകിയായി. ചാറിന് കുറുകലില്ലെങ്കിലാണ് വെള്ളം പിന്നെ പൊടി ഇടേണ്ടത്. ഇത് പൊടി ഇടണ്ട. ആയിട്ടുണ്ട്. ഏകദേശം വെന്തോണ്ടിരിക്കുന്ന രീതിയായി. ആവി വരുന്നുണ്ട്. ആവി
പിടിയൊന്നും കൊണ്ട കാണുന്നില്ലോ സയ്യോ. പിടിയൊരു ഉണ്ട കാണുന്നില്ലോ. എന്താണ്ട് പൊക്കി കാണിക്കുവാണെങ്കിൽ കാണാം. എൻ്റെ പിടിയുടെ ഉണ്ട ഇതാ കാണുന്നുണ്ട് കേട്ടോ. പറ്റുമല്ലോ. അരമണിക്കൂർ മിച്ചം വേണോ അല്ലേ അമ്മി? അത് നമ്മൾ കുറച്ച് കണ്ടെടുത്ത് നല്ല കുറുകിയായിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് വേകുമ്പോൾ ഇപ്പോഴാണ് ഭയങ്കര സ്നേഹമായിപ്പോയെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുക. എന്നാന്ന് എനിക്കറിയത്തില്ല. അല്ല ഇനി വരുമ്പോൾ എൻ്റെ മോനെ ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം ആടിയനാലെ ഞാൻ പറഞ്ഞപ്പോഴും ഉണ്ടല്ലോ. ഇനി ഒരു 90 ഇനി എത്ര കുഞ്ഞു കുറേ കാലം ഇരിക്കുമല്ലോ കണ്ടു. ഒറ്റയ്ക്കാന്നും പറഞ്ഞ എന്നെ സജിയ അവരെല്ലാം പറഞ്ഞു. അല്ല അങ്ങനെ പറയുന്നത് അല്ല അതെ ഒറ്റ തിരിഞ്ഞിരുന്ന ഒത്തിരി ഒറ്റ തിരിഞ്ഞിരുന്ന കുറേ കാലം ഇരിക്കുന്നു. ഇപ്പം കൊച്ചാട്ടം മരിച്ച പിന്നെ 20 കൊല്ലം ഇരുന്നില്ലേ. അതൊരായുസല്ലേ. ഓ അത്ഭുതം. അതിനൊക്കെ കരി മിണ്ടാവും മേലെ വർത്താനൊക്കെ പറയാവോ? ഈ കൊച്ചിൻ്റെ ഓരോ കാട്ടായം. അയ്യോ ഇതുങ്ങളുടെ വർത്താനവും പറച്ചിലും അത് ഈ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരെയും കാണിച്ച് പറഞ്ഞ് ചിരിച്ച് പോകുന്നു. ഷീജ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇട്ട് തന്നില്ലെന്ന്. എന്നത് ഈ ഫോണിൽ ഇവർ വീഡിയോ പിടിച്ചതൊക്കെ ഷൈജു ഷീജിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കാമല്ലോ. ഒന്നിട്ട് കൊടുത്തേടി ഉണ്ണീശോടെ അതെല്ലാം. ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രസമുണ്ട് കണ്ടിട്ട്. ജോളിച്ചൻ ചാടി ജോളിച്ചനും നമ്മുടെ എന്റെ കുഞ്ഞമ്മ ഷാനിയുടെ പെങ്കൊച്ചും പെങ്കൊച്ചു പോയിട്ട് എടാ എല്ലാരും ഉണ്ടല്ലോ രണ്ടാമനും ഇങ്ങനെ കിടന്നു ചാട്ടവും പറിച്ചൊരു ഷൈജു അതിന് പുറകെ നടന്നു എടുക്കലും വെറുക്കലും. എന്റെ ദൈവമേ കാണേണ്ട ഒരു രസം കേട്ടോ. ഈ കാലം പള്ളിയിലും ക്രിസ്മസിന് നല്ല രസമായിരുന്നു. എന്റെ എടാ പെരുന്നാളിനും കൊണ്ട് കണ്ട നല്ലതായിരുന്നു ഷൈജു. നിങ്ങള് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. നിങ്ങളെ എല്ലാവരും ഒന്ന് കണ്ടു പോയി 5 ദിവസം കഴിയുമ്പോൾ പെരുന്നാള് പോകാമെന്ന്. അതാണ് ക്രിസ്മസ് കൂടി നല്ലപോലെ. ക്രിസ്മസ് കൂടി എന്നാലും എന്റെ എടാ ചക്കരക്കുട്ടോ ഇപ്പോഴത്തെ ക്രിസ്മസ് എന്നാലും ഭയങ്കര സന്തോഷമായി പോയി. സന്തോഷം എന്നാ ഇവിടെ ഒരു കൊല്ലവും കുഞ്ഞമ്മ ക്രിസ്മസിന് ഒരു സന്തോഷമില്ല കുഞ്ഞമ്മ സത്യം പറഞ്ഞ. അത് അത്രയോ അങ്ങനെയൊക്കെ ആയി. നമ്മുടെ മക്കള് നമ്മുടെ കൂടെ നമുക്ക് ഈ കൊല്ലം ഷാനിയും വന്നു, ഷൈജു ഉണ്ടായിരുന്നു, എല്ലാരും പിള്ളേരും പിള്ളേരെല്ലാം അങ്ങനെ കൂടിയുണ്ട്. അതുങ്ങളങ്ങ് പോയി. എന്റെ ചക്കരയും മതി മാനെ പിടിച്ചേ. അതുങ്ങളും കൂടെ പോയിട്ട് അത് ഞാൻ പറഞ്ഞ പോളസെറ്റേക്ക് ചെയ്യാനൊന്ന് പോയി. അവിടെ ചെന്നപ്പോ ഒരു കൂട്ടുകാരൻ വന്നു. ഞാൻ ആ കൊച്ചിനെ ഇതുവരെ കണ്ടില്ല പറഞ്ഞവര്. അല്ല പോളസന്റെ കൂട്ടുകാരൻ വന്നപ്പോ അവൻ ചാടി ഞാൻ ഇറങ്ങി പോരുക. ഒരു സാരിയൊന്നും ഇതുവരെയുള്ള ഒരു ഗുണമുള്ളതല്ല. അവൻ എന്റെ ഫോട്ടോ എടുത്ത് തന്നിട്ട് അമ്മച്ചി ഇത് നല്ലതാ 2-3 നിന്നോണ്ട് എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ എടാ ഞാൻ ഒന്നിനും കാണിക്കുമല്ലോ ഞാൻ നോക്കി ഇരിക്കുമല്ലോ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞത് ആരില്ല അമ്മച്ചീനെ എൻ്റെ അമ്മേനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോളസന്റെ കൂട്ടുകാരനാ സന്തോഷം എന്ന് പറഞ്ഞു എടുത്ത്. ഞങ്ങൾ പിടി വെച്ച് കുഞ്ഞുമര ഒറ്റ പിള്ളേര് പിടി തിന്നു വരാ. ഞാൻ ഷൈജുവിന്റെ 3 തിന്നു വരാം, ഷാനിയുടെ 3 തിന്നു വരാം. അയ്യോ അതൊന്നും പിള്ളേര് കണ്ടിട്ടില്ല. അതുങ്ങൾക്ക് പിന്നെ അവിടെയും വെക്കുന്നേ. അതുങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ചോറ് വെച്ചു, അത് കഴിഞ്ഞ് പിടി വെച്ചു. എന്നിട്ട് പിന്നെ കറി പിന്നെ നോക്കില്ല, ഇറച്ചി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറും മീൻ വറുത്തൊക്കെ ചെറുന്നോ. ഇത് തന്നെ അധികം കുഞ്ഞമ്മക്ക് പിടി ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞമ്മ എപ്പോഴും പറയുക ഇച്ചിരി പിടി. ഞാൻ ഈ അടുത്ത ദിവസം ചോദിക്കണം നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം വെച്ച് കൊടുത്തു. ഞാൻ 2 പ്രാവശ്യം വെച്ച് കൊടുത്തു. അത് ഇത്രയും നന്നായില്ല. ഇതല്ലാണ് ഇതെനിക്ക് നല്ല രസമുണ്ട്. നന്ദി തെളിഞ്ഞതായിരുന്നു. അല്ല അല്ലേലും പിടി വെക്കും തങ്കമ്മയും വെക്കുമായിരുന്നു.